morning all of you. Morning. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. നമുക്കൊന്ന് മാത്സ് പഠിക്കാം. എല്ലാവരും മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 126 എടുത്തേ. എല്ലാവരും എടുത്തോ പേജ് നമ്പർ 126 എടുത്തോ. ഓക്കെ. അതിൽ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫൈൻഡ് സമ്മിന്റെ അഡീഷൻ ആണ് പഠിച്ചത്. ഈ ഫൈൻഡ് ദ ഡിഫറൻസിന്റെ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. 48 minus 25. എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. 48 minus 25 എന്നുള്ള എന്താണ് എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. സബ്ട്രാക്ഷൻ ചെയ്യണം. നേരത്തെ പറ്റി അഡീഷൻ ആണ് പഠിച്ചത്. നമ്പർ തന്നിട്ട് വേറെ നമ്പർ തന്നാൽ ആ നമ്പർ മറ്റേ നമ്പർ എന്ത് ചെയ്യും ആഡ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു നമ്പറിലുള്ള അടുത്ത നമ്പർ തന്നാൽ എന്ത് ചെയ്യും സബ്ട്രാക്ഷൻ, അതായത് മൈനസ് ചെയ്ത് പോകും. അതായത് 48 8 ones 4 tens ഉണ്ട്. 48 8 ones 4 tens ഉണ്ട്. 25 5 ones 2 tens ഉണ്ട്. 25 5 ones 2 tens ഉണ്ട്. 48 8 ones 4 tens ഉണ്ട്. 25 5 ones 2 tens ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും അത് സബ്ട്രാക്ഷൻ ചെയ്യാൻ നോക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കിക്കേ 8. എല്ലാവരും 8 ഫിംഗേഴ്സ് എടുത്തേ. എല്ലാവരും 8 ഫിംഗേഴ്സ് എടുത്തോ. 8 ഫിംഗേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യണം 5 കട്ട് ചെയ്യണം. 8 ൽ എന്ത് ചെയ്യണം 5 കട്ട് ചെയ്യണം. എല്ലാവരും 8 ഫിംഗേഴ്സ് എടുത്തിട്ട് 5 കട്ട് ചെയ്തേ. 5 കട്ട് ചെയ്ത് കൗണ്ട് ചെയ്തേ. 1 2 3 4 5. 5 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു കട്ട് ചെയ്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3. ആൻസർ എത്രയാണ് അവിടെ കിട്ടിയത്? 8 ൽ നിന്നും 5 കട്ട് ചെയ്തപ്പോൾ ആൻസർ എത്ര കിട്ടി? 3 കിട്ടി. ആൻസർ എത്രയാണ്? 3. എല്ലാവരും
എല്ലാവരും ഈ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ 26 മൈനസ് 71 ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 26 എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 2 മാറ്റി 86 എന്ന് എഴുതണം. അതായത് 26 എന്ന് എഴുതാനുള്ളതിന് പകരം 2 കട്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം? 8 എന്നാക്കണം. മനസ്സിലായോ? ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ൽ നിന്ന് 7 കട്ട് ചെയ്തില്ല. എന്താ വലിയ നമ്പറിൽ നിന്നാണ് സ്മാൾ നമ്പർ കട്ട് ചെയ്തത്. അതുകൊണ്ട് അവിടെ എന്ത് വേണം? 2 എന്നുള്ളത് മാറ്റി എല്ലാവരും 8 എന്ന് എഴുതുക. 86 എന്നാണ്. 26 എന്ന് മാറുന്നത് മാറ്റി എന്ത് ചെയ്യുക? 86 എന്ന് എഴുതുക. അവിടെ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ എല്ലാവരും എന്ത് ചെയ്യുക? 86 എന്ന് എഴുതുക. 86 മൈനസ് എന്താ? 71. ഓക്കെ, 86 മൈനസ് 71 എല്ലാവരും ശ്രദ്ധിച്ചേ. 6-ൽ നിന്നും 1 കട്ട് ചെയ്യണം. 6-ൽ നിന്ന് എന്ത് ചെയ്യണം? 1 കട്ട് ചെയ്യണം. എല്ലാവരും 6 കിലോസ് എടുത്തേ. 6 കിലോസ് എടുത്തോ? എന്നിട്ട് എന്ത് ചെയ്യണം? 1 കട്ട് ചെയ്യണം. 1 കട്ട് ചെയ്തേ. ഇനി ആൻസർ ഉണ്ട്. കൗണ്ട് ചെയ്തേ. 1 2 3 4 5. ഒന്നുകൂടെ 1 2 3 4 5. നമ്മുടെ ആൻസർ എന്താണ്? 5 ഇല്ലേ? 6 മൈനസ് 1 is equal to 5. 6 minus 1 is equal to 5. ഇനി 8 എല്ലാവരും 8 fingers എടുത്തേ. 8 fingers എടുത്തിട്ട് 7 കട്ട് ചെയ്തേ. 1 2 3 4 5 6 7. ഒന്നുകൂടെ 8 fingers എടുത്തിട്ട് 7 കട്ട് ചെയ്തേ. 1 2 3 4 5 6 7. നമ്മുടെ ആൻസർ എന്താണ് വന്നത്? 1. നമ്മുടെ ആൻസർ എന്താണ്? 1. Okay, 15. എത്രയാണ്? 15. 6 minus 86 minus 71 is equal to 15. 86 minus 71 is equal to 15. 86 minus 71 is equal to 15. Okay. ഇനി അടുത്ത നമുക്ക് C നോക്കാം. C 93 minus 72. 93 minus 72. 93 minus 72. 93-ല് എത്ര ones ഉണ്ട്? 3 ones. എത്ര tens ഉണ്ട്? 9 tens. 93-ല് 3 ones 9 tens ഉണ്ട്. 72-ല് എത്ര ones ഉണ്ട്? 2 ones 7 tens ഉണ്ട്. 93-ല് 3 ones 9 tens ഉണ്ട്. 72-ല് 2 ones 7 tens ഉണ്ട്. ഇനി നമ്മളിങ്ങനെ എന്താ സബ്ട്രാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും 3 fingers എടുത്തേ. 3 fingers എടുത്തോ? 3 fingers എടുത്തിട്ട് 2 കട്ട് ചെയ്തേ. 2 അല്ലേ? 3 അല്ലേ കട്ട് ചെയ്തേ? എല്ലാവരും 3 fingers എടുത്തിട്ട് 2 കട്ട് ചെയ്തേ. 1 2. നമ്മുടെ ആൻസർ എന്താണെന്ന് പറഞ്ഞേ? 1 ആണല്ലേ? 3 minus 2 is equal to 1. 3 minus 2 is equal to 1. അടുത്തേ എല്ലാവരും 9 fingers എടുത്തേ. 9 fingers എടുത്തിട്ട് 7 കട്ട് ചെയ്തേ. 1 2 3 4 5 6 7. ഇതിന്റെ ആൻസർ എന്താ വന്നത്? 2 ഇല്ലേ? ഒന്നുകൂടെ എല്ലാവരും ആൻസർ ക്ലാസ് എടുത്തേ. 7 കട്ട് ചെയ്തേ. 1 2 3 4 5 6 7. ഇതിന്റെ ആൻസർ എന്താ വന്നത്? 1 2. അവരുടെ ആൻസർ എന്താണ്? 2. അതായത് 9 minus 7 is equal to 2. 9 minus 7 is equal to 2. 93 minus 72 is equal to 21. 93 minus 72 is equal to 21. 93 minus 72 is equal to 21. അപ്പോൾ D നോക്കിക്കേ. 97 minus 2. 97 minus 2. 97-ൽ എത്ര ones ഉണ്ട്? 7 ones. എത്ര tens ഉണ്ട്? 9 tens ഉണ്ട്. 97-ൽ 7 ones 9 tens ഉണ്ട്. അത് 2 of 2 എന്ന് പറയുന്നത് ones മാത്രമേ ഉള്ളൂ. 2 tens ഒന്നും ഇല്ല. അത് നോക്കിക്കേ. ഈ 97-ൽ നിന്ന് 2 കട്ട് ചെയ്യണം. അത് എല്ലാവരും 7 fingers എടുത്തിട്ട് 2 കട്ട് ചെയ്തേ. 7 fingers എടുത്തോ എല്ലാവരും. 2 കട്ട് ചെയ്തേ. 1 2. ഇനി എന്താ ആൻസർ? കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 1 2 3
എപ്പോഴും അതായത് 97 minus 2 is equal to 95. 97 minus 2 is equal to 95. 97 minus 2 is equal to 95. Okay, 95 ൽ 5 ones 9 ഉണ്ട്. അതായത് 97 minus 2 is equal to 95. Okay, എല്ലാവരും ടീച്ചർ പറഞ്ഞ സബ്ട്രാക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് എല്ലാവരും E, F, G, H ആ 4 ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം തന്നെ ആൻസർ ചെയ്യുക. E, F, G, H ആ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക തന്നെ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ചിട്ട് ആൻസർ എന്താ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് ഹിന്ദിയുടെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് എക്സാമിന് മുമ്പായിട്ട് നമ്മള് ആ തൊട്ട് അഹ വരെയുള്ള ലെറ്റേഴ്സ് പഠിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു. അതുപോലെ ആ ലെറ്റേഴ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള നമ്മള് വേർഡ്സുകൾ നമ്മള് പഠിച്ചു അല്ലെ. എക്സാമിന് മുമ്പായിട്ട് നമ്മൾ അത് പഠിച്ചു. നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു. ഇപ്പൊ ടീച്ചർ നെക്സ്റ്റ് എന്താണ് വ്യഞ്ജനാക്ഷരം അല്ലെ. കായ്ക്ക് നമ്മള് സ്റ്റാർട്ട് ചെയ്തു. ഓർമ്മയുണ്ടോ? ക ഇക്ക അല്ലെ. ആ 2 ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ക ഇക്ക ഈ 2 ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള വാക്കുകൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ, അതായത് എക്സാമിന് മുമ്പായിട്ടുള്ള ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടീച്ചർ എന്താ പറഞ്ഞേ? ആ തൊട്ട് അഹ വരെയുള്ള പോർഷൻസ് നമുക്ക് എക്സാമിനുള്ളൂ. കാ തൊട്ട് നമുക്ക് നെക്സ്റ്റ് പോർഷൻ ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ ക ഇക്ക ലെറ്റർ ക ഇക്ക ഈ 2 ലെറ്റേഴ്സ് നമ്മള് നേരത്തെ പഠിച്ചു അല്ലെ. പഠിച്ചു. അതുമായിട്ട് ബേസ് ചെയ്ത 2 വാക്കുകൾ വീതം നമ്മൾ പഠിച്ചു. അപ്പൊ പറഞ്ഞേ ടെക്സ്റ്റ് എടുത്തേ. പേജ് നമ്പർ 8 എടുത്തോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ച വ്യഞ്ജനാക്ഷരത്തിന്റെ ആദ്യത്തെ ലെറ്റർ ഏതാണ്? ക. ഏതാണ്? പറഞ്ഞെല്ലാരും ക. പറഞ്ഞേ ക. ക വെച്ചിട്ടുള്ള ഫസ്റ്റ് വേർഡ് എന്താണ്? കബൂത്തർ. എന്താണ്? കബൂത്തർ. റീഡ് ചെയ്തേ. കബൂത്തർ. എന്താണ് കബൂത്തർ? എന്താണ്? പീജിയൻ. എന്താണ്? പീജിയൻ. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? വ്യഞ്ജനാക്ഷരത്തിന് ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ക. അപ്പൊ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. ആ 2 വേർഡുകൾ ടീച്ചർ പഠിപ്പിച്ചാണ്. ക അല്ലെ. അപ്പൊ ക വെച്ചിട്ടുള്ള ഫസ്റ്റ് വേർഡ് എന്താണ്? കബൂത്തർ. എന്താണ്? പറഞ്ഞ ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ. കബൂത്തർ. എന്താണ് കബൂത്തർ? പീജിയൻ. എന്താണ് കബൂത്തർ? മീനിങ് എന്താണ്? പീജിയൻ അല്ലേ. അതായത് പ്രാവില്ലേ, അപ്പൊ അതിന് ഹിന്ദിയിൽ എന്താ പറയാ? കബൂത്തർ. അതിന്റെ മീനിങ് എന്താണ്? പീജിയൻ. നെക്സ്റ്റ് അടുത്തൊരു പേര് പഠിച്ചെന്താണ്? കമൽ. എന്താണ്? കമൽ. കമൽ എന്താണ് മീനിങ് പറഞ്ഞേ? കമൽ ലോട്ടസ്. കമൽ ലോട്ടസ്. പറഞ്ഞേ കമൽ ലോട്ടസ്. ഒന്നുകൂടെ റീഡ് ചെയ്തേ. ക. എന്താണ്? ക. ക വെച്ചിട്ട് 2 വേർഡുകൾ പറഞ്ഞേ. കബൂത്തർ മീനിങ് പീജിയൻ. കബൂത്തർ മീനിങ് പീജിയൻ. ഓക്കെ, നെക്സ്റ്റ് കമൽ. എന്താണ്? കമൽ. കമൽ എന്താണ് മീനിങ്? എന്താണ്? ലോട്ടസ്. കമൽ ലോട്ടസ്. അപ്പൊ ക വെച്ചിട്ടുള്ള 2 വാക്കുകൾ 2 വേർഡുകൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? കബൂത്തർ, കമൽ. കബൂത്തർ മീൻസ് pigeon. Kamal means lotus. Okay, അപ്പോൾ ഒന്നുകൂടെ ലെറ്റർ റീഡ് ചെയ്തേ. ക. എന്താണ്? ക. ഒന്നുകൂടെ റീഡ് ചെയ്തേ. ക. ക വെച്ചിട്ടുള്ള വേർഡ് പറഞ്ഞേ. കബൂത്തർ, pigeon, കമൽ, ലോട്ടസ്. ടീച്ചർ നെക്സ്റ്റ് ലെറ്റർ നമ്മൾ പഠിച്ചു. ഏതാണ്? ഇക്ക. എന്താണ്? ഇക്ക. ക ഇക്ക. ഇക്ക വെച്ചിട്ടുള്ള പേര് പറഞ്ഞേ. ഖർഗോഷ്, കങ്. എന്തൊക്കെയാണ്? ഖർഗോഷ്, കങ്. ക ഇക്ക അല്ലേ? വെച്ചിട്ട് 2 പേരിൽ ഏതൊക്കെയാണ്? ഖർഗോഷ്, കങ്
ഖർഗോഷ് മീൻസ് റാബിറ്റ്. ഖർഗോഷ് മീൻസ് എന്താണ്? റാബിറ്റ്. ടീച്ചർ നോക്കിയേ, ഖർഗോഷ്, റാബിറ്റ്. നെക്സ്റ്റ് എന്താണ്? കങ്ക്. എന്താണ്? കങ്ക്. കങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ബേർഡ്. എന്താണ്? ബേർഡ്. കങ്ക്, ബേർഡ്. ഖർഗോഷ്, റാബിറ്റ്. നമ്മൾ പറഞ്ഞേ കാ ഇഖ. ഖ വെച്ചിട്ട് പറഞ്ഞേ ഖർഗോഷ്, കങ്ക്. ഖർഗോഷ് മീൻസ് rabbit. Kung means bird. Kung means bird. ഈ രണ്ട് ലെറ്റേഴ്സും 4 വേർഡ്സുമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ക, ഇക്ക. നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? ഗ. എന്താണ്? ഗ. ഓക്കേ, നമ്മൾ ടെക്സ്റ്റ് കൊണ്ട് നോക്കി എല്ലാവരും. ക, ഇക്ക, ഗ. ഗ വെച്ചിട്ടുള്ള വാക്കുകൾ പറഞ്ഞേ. ഗമല. എന്താണ്? ഗമല. ഗമല എന്താ? ഗമല ഫ്ലവർ പോട്ട്. എന്താണ്? ഫ്ലവർ പോട്ട്. അതായത് ചെടി വെക്കുന്ന ചട്ടിയില്ലേ, അതിനാണ് നമ്മൾ പറയുന്നത് ഫ്ലവർ പോട്ട് എന്ന് പറയുന്നത് അല്ലേ. ഫ്ലവർ പോട്ട്. അതുപോലെ നെക്സ്റ്റ് നോക്കി, ഗായ്. എന്താണ്? ഗായ്. ഗായ് മീൻസ് കൗ. ഗായ് മീൻസ് കൗ. അപ്പൊ രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ്? ഗമല, ഗായ്. ഗമല, ഗായ്. അപ്പൊ ലെറ്റർ ഏതൊക്കെയാണ്? ക, ഇക്ക, ഗ. ഗ വെച്ചിട്ടുള്ള വീട്ടിലെ പറഞ്ഞേ. എന്താണ്? ഗമല. എന്താണ്? ഗായ്. ഗമല, ഗായ്. ഗമല മീൻസ് ഫ്ലവർ പോട്ട്. എന്താണ്? ഫ്ലവർ പോട്ട്. എന്താണ്? ഫ്ലവർ പോട്ട്. ഗായ് മീൻസ് എന്താണ്? ഗായ് മീൻസ് കൗ. എന്താണ്? കൗ. നമ്മൾ എത്ര ലെറ്റർ പഠിച്ചു? 3 ലെറ്റേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ക, ഇഖ, ഗ. നിങ്ങൾ പറഞ്ഞേ ക, ഇഖ, ഗ. അപ്പൊ ഗ വെച്ച് പഠിച്ച വാക്കുകൾ പറഞ്ഞേ. ഗമല, ഗായ്. ഗമല, ഗായ്. ഗമല മീൻസ് ഫ്ലവർ പോട്ട്. എന്താണ്? ഫ്ലവർ പോട്ട്. ഗായ് മീൻസ് കൗ. നമ്മള് 3 ലെറ്റർ പഠിച്ചതൊക്കെയാണ്. ക, ഇഖ, ഗ. നെക്സ്റ്റ് എന്താണ്? ക, ഇഖ, ഗ, ഇഖ. എന്താണ്? ഖ. എന്താണ്? ഖ. അല്ലേ? ക, ഇഖ, ഗ, ഇഖ. അല്ലേ? ഇഖ വെച്ചിട്ടുള്ള 2 പേരുകൾ പറഞ്ഞേ. ഖടി, ഖർ. എന്തൊക്കെയാണ്? ഖടി, ഖർ. എന്തൊക്കെയാണ്? ഖടി, ഖർ. ഖടി, ഖർ. ഖടി, ഖർ. ലെറ്റർ ഏതാണ്? ഖ. എന്താണ്? ഖ. പറഞ്ഞേ എന്തൊക്കെയാണ്? വീടുകൾ ഏതൊക്കെയാണ്? ഖടി. ഖടി മീൻസ് എന്താണ്? വാച്ച്. എന്താണ്? വാച്ച്. ഖടി മീൻസ് വാച്ച്. Her means house. എന്താണ്? Her means house. നെക്സ്റ്റ് നോക്കിയേ. ങ. എന്താണ്? ങ. ഖ, ഇക്ക, ഗ, ഖ, ങ. നിങ്ങൾ എഴുതിയേ ക, ഇക്ക, ഗ, ഇഖ, ങ. അപ്പൊ ങ വെച്ചിട്ട് ങായി തുടങ്ങുന്ന വേർഡുകളൊന്നും നമ്മൾ തൽക്കാലം എന്തില്ല പഠിക്കാനായിട്ടില്ല. പഠിക്കാനായിട്ട് വേർഡുകളുള്ളത് ക,
ഇഖ. അല്ലേ? ഈ 4 ലെറ്റർ വെച്ചിട്ടുള്ള വേർഡുകൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 വേർഡുകളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഗ, ഇഖ. അല്ലേ? ഖ വെച്ചിട്ടുള്ള 2 വേർഡുകൾ ഏതൊക്കെയാണ്? ഖടി, ഖർ. അല്ലേ? ഖടി മീൻസ് എന്താണ്? വാച്ച്. ഖർ മീൻസ് ഹൗസ്. ഖർ മീൻസ് ഹൗസ്. 4 വാക്കുകളും കൂടെ പറയാം നമുക്ക്. ഫസ്റ്റ് ലെറ്റർ പറഞ്ഞേ. ക, ഇക്ക, ഗ, ഇഖ, ങ. ക വെച്ചിട്ടുള്ള പറഞ്ഞേ. കബൂത്തർ, കമൽ. എന്താണ്? കബൂത്തർ, കമൽ. നെക്സ്റ്റ് പറഞ്ഞേ. ഇക്ക വെച്ചിട്ടുള്ളത്. ഇക്ക വെച്ചിട്ടുള്ള പറഞ്ഞേ. ഖർഗോഷ്, കങ്കർ. ഖർഗോഷ്, കങ്കർ. നെക്സ്റ്റ് പറഞ്ഞേ. ഗ. എന്താണ്? ഗ. ഗമല. പിന്നെന്താണ്? ഗായ്. ഗമല മീൻസ് ഫ്ലവർ പോട്ട്. ഗായ് മീൻസ് കൗ. ഗായ് മീൻസ് കൗ. നെക്സ്റ്റ് എന്താണ്? ഖ. ഇഖ. അല്ലേ? എന്താണ്? ഖടി, ഖർ. എന്താണ്? ഖടി, ഖർ. ഖടി മീൻസ് എന്താണ്? വാച്ച്. ഖർ മീൻസ് ഹൗസ്. ഖർ മീൻസ് ഹൗസ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ങ. എന്താണ്? ങ. അപ്പൊ ക, ഇക്ക, ഗ, ഇക്ക, ങ എന്ന് പറയുന്നത് ഒരു ലൈൻ ആണ് കേട്ടോ. ഇത്ര ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കായ്ക്ക് എഴുതുമ്പോൾ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് ക തൊട്ട് ങ വരെ ഒറ്റ ലൈൻ ആയിട്ട് വേണം എഴുതാൻ. അടുത്ത നെക്സ്റ്റ് എന്താണ് നമ്മൾ പഠിക്കുന്നത്? ച തൊട്ട് എന്താണ് നെക്സ്റ്റ് ലൈൻ ആയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പൊ ക, ഇക്ക, ഗ, ഇഖ, ങ. ക, ഇക്ക, ഗ, ഇഖ, ങ. ഓക്കേ? അപ്പൊ ലെറ്റേഴ്സ് അറിയാലോ. അപ്പൊ ഒന്നും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച 2 വാക്കുകൾ ഏതൊക്കെയാണ്? ഗ, ല്ലേ? ഗ, ഖ. ല്ലേ? ങ. അപ്പൊ ഗ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഗമല, ഫ്ലവർ പോട്ട്. പറഞ്ഞേ. ഗമല, ഫ്ലവർ പോട്ട്. ഗായ്, കൗ. ഗായ്, കൗ. നെക്സ്റ്റ് എന്താണ്? ഖ. അല്ലേ? ഖ എന്താണ്? ഖടി. ഖടി മീൻസ് എന്താണ്? വാച്ച്. ഖടി മീൻസ് വാച്ച്. നെക്സ്റ്റ് എന്താണ്? ഖർ. എന്താണ്? ഖർ. ഖർ എന്താണ്? ഹൗസ്. എന്താണ്? ഹൗസ്. നെക്സ്റ്റ് ലെറ്റർ എന്താണ്? ങ. കണ്ടോ? ങ ഉണ്ടല്ലോ. എന്താണ്? ങ. ങ വെച്ചിട്ട് തുടങ്ങുന്ന വാക്കുകളില്ല. അപ്പൊ അതിന്റെ വാക്കുകൾ പഠിക്കാനില്ല കേട്ടോ. അപ്പൊ ഈ 5 ലെറ്റേഴ്സ് എഴുതി പഠിക്കുക. അതുപോലെ അതുമായിട്ട് ബേസ് ചെയ്ത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കങ്ക് വരെ നമ്മൾ എഴുതി നിർത്തി. ഇന്നത്തെ ക്ലാസ്സിൽ ഗ എഴുതിയിട്ട് എന്താണ്? ഗമല, ഗായ്, ഖടി, ഖർ. ഈ 4 വാക്കുകളും അതിന്റെ മീനിങ് എന്ത് ചെയ്യാ? എഴുതി പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് 5 times 10 times ടീച്ചർ പറയുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ രീതിയിൽ നിങ്ങൾക്ക് എത്ര വട്ടം എഴുതണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതി പഠിക്കുക. ഇപ്പൊ എത്ര പ്രാവശ്യം എഴുതിയാലും ഞാൻ പഠിക്കുമെന്ന് അവരവർക്ക് അറിയാം അല്ലേ? എന്തായാലും ഹിന്ദി എന്ത് ചെയ്യണം? എഴുതി തന്നെ പഠിക്കണം. അവരവരുടെ ഇഷ്ടത്തിന് എത്ര പ്രാവശ്യം എഴുതിയാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന ആ രീതിയിൽ എന്ത് ചെയ്യാ? എഴുതി ടീച്ചറിന് അയച്ചു തരാം കേട്ടോ. ഹിന്ദി നോട്ടില് എഴുതി പഠിക്കണം. ഇപ്പൊ 5 times 10 times ഒക്കെ എന്ത് ചെയ്യാം? അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതി. എത്ര വട്ടം പഠിച്ചാല് എത്ര വട്ടം എഴുതിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത്ര വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എഴുതി പഠിക്കുക. അപ്പൊ നമ്മുടെ ക തൊട്ട് ങ വരെയുള്ള ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതുമായിട്ട് ബേസ് ചെയ്ത വേർഡുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യാം? ഈ 4 വേർഡുകൾ പഠിക്കുക. ഏതൊക്കെയാണ്? ഗമല, ഗായ്, ഖടി, ഖർ. 4 വാക്കുകളും അതിന്റെ മീനിങ്ങും ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ റിവ്യൂ വിളിക്കുമ്പോൾ ടീച്ചർ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other. So far is the echo, where do we start? You can learn to discover a million stars.
Here in the shadows, I know you're scared. Take my hand, together we'll make a stand. We've got to fight to find a way. Dare to fall to find out what to say. No more hate. Just admit that you're just afraid. Time to let go of all your fears and pride. Stand up beside me, don't you hide. We can build a better place. If we can just find a way, then we can live a better day. Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് കമ്പ്യൂട്ടർ പഠിക്കാം. കമ്പ്യൂട്ടറിലെ തേർഡ് ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? സ്പെഷ്യൽ കീസ് ഓൺ കീബോർഡ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? സ്പെഷ്യൽ കീസ് ഓൺ കീബോർഡ്. Apart from number and alphabet keys, some other keys on the keyboard are also used for special purpose. These are called as special keys. എന്താണ് സ്പെഷ്യൽ കീസ്? Apart from number and alphabet keys, some other keys on the keyboard are also used for special purpose. These are called as special keys. എന്താണ് സ്പെഷ്യൽ കീസ് എന്ന് പറയുന്നത്? കീബോർഡിലെ നമ്പർ കീയും ആൽഫബറ്റ് കീയും കൂടാതെ പ്രത്യേക ആവശ്യമുണ്ട് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് കീകളെയാണ് ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ കീസ് എന്ന് പറയുന്നത്. Apart from number and alphabet keys, some other keys on the keyboard are also used for special purpose. These are called as special keys. എന്താണ് സ്പെഷ്യൽ കീസ് എന്ന് പറയുന്നത്? കീബോർഡിലെ നമ്പർ കീയും അതുപോലെ ആൽഫബറ്റ് കീയും കൂടാതെ പ്രത്യേക ആവശ്യങ്ങൾക്ക് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കീബോർഡിലെ മറ്റ് കീകളെ പറയുന്ന പേരാണ് എന്ത്? സ്പെഷ്യൽ കീസ് എന്ന് പറയുന്നത്. Let us discuss the function of these special keys. ഈ സ്പെഷ്യൽ കീസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ കീസ്. എന്താണ് ഫംഗ്ഷൻ കീസ് എന്ന് പറയുന്നത്? These keys are used for special functions. They are marked from F1 to F12. They are placed on the top of the keyboard. എന്താണ് ഫംഗ്ഷൻ കീസ്? ഫംഗ്ഷൻ കീസ് these are used for special functions. എന്താണ്? These are used for special functions. സ്പെഷ്യൽ ഫംഗ്ഷൻസിന് എന്നുവെച്ചാൽ പ്രത്യേക ധർമ്മം നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കീ എന്തിനു ഉപയോഗിക്കുന്നത്? സ്പെഷ്യൽ ഫംഗ്ഷൻസ് നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് എന്ത്? ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്. They are marked from F1 to F12. They are placed on the top of the keyboard. ഈ ഫംഗ്ഷൻ കീ F1 തൊട്ട് F12 വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എവിടെ തൊട്ടാണ്? F1 തൊട്ട് F1 തൊട്ട് എത്ര? F12 വരെ. F1 തൊട്ട് F12 വരെയാണ് ഫംഗ്ഷൻ കീ കീബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. They are placed on the top of the keyboard. കീബോർഡിന്റെ മുകളിലാണ് എന്നുള്ളത് ഫംഗ്ഷൻ കീ ഉള്ളത്. കീബോർഡിന്റെ മുകളിലാണ് ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് എന്ത് കാണുന്നത്? ഫംഗ്ഷൻ കീ കാണുന്നത്. എന്താണ് ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്? These keys are used for special functions. സ്പെഷ്യൽ ഫംഗ്ഷൻസ് പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന കീ ആണ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ കീ F1 തൊട്ട് F12 വരെയാണ് കീബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ കീ F1 തൊട്ട് F12 വരെയാണ് കീബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ കീ കീബോർഡിന്റെ ടോപ്പിൽ മുകൾ ഭാഗത്താണ് ഉള്ളത്. ഈ ഫംഗ്ഷൻ കീ എവിടെയാണ്? കീബോർഡിന്റെ മുകൾ ഭാഗത്താണ് ഉള്ളത്. അത് F1 തൊട്ട് F12 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഫംഗ്ഷൻ കീ ഉപയോഗിക്കുന്നത്? സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ നിർവഹിക്കാൻ വേണ്ടിയാണ് ഫംഗ്ഷൻ കീ ഉപയോഗിക്കുന്നത് അല്ലേ? കഴ്സർ കൺട്രോൾ കീസ്. A cursor is a small blinking line on the monitor that shows the position of the next letter or number to be entered. എന്താണ് കഴ്സർ കൺട്രോൾ കീ എന്ന് പറയുന്നത്? A cursor is a small blinking line on the monitor that shows the position of the next letter or number to be entered. എന്താണ് കഴ്സർ എന്ന് പറയുന്നത്? ഒരു അടുത്ത അക്ഷരത്തിന്റെ അല്ലെങ്കിൽ എന്താ നെക്സ്റ്റ് ലെറ്റർ ഓ അടുത്ത ഒരു നമ്പറോ ഇത് ചെയ്യാൻ ഒരു അടുത്ത ലെറ്ററിനെ അല്ലെങ്കിൽ അടുത്തൊരു നമ്പർ
വേണ്ടി മോണിറ്ററിലെ ഒരു ചെറിയ മിന്നുന്ന ഒരു വരയാണ് എന്ന് പറയുന്നത് കഴ്സർ എന്ന് പറയുന്നത്. A cursor is a small blinking line on the monitor that will show the position of the next letter or number to be entered. അടുത്തൊരു ലെറ്റർ, അടുത്തൊരു അക്ഷരത്തിന്റെയോ അല്ലെങ്കിൽ അടുത്തൊരു നമ്പറിന്റെയോ സ്ഥാനം കാണിക്കുന്നു. അടുത്തൊരു നമ്പറിന്റെയോ അല്ലെങ്കിൽ അടുത്തൊരു അക്ഷരത്തിന്റെയോ സ്ഥാനം കാണിക്കുന്ന മോണിറ്ററിലെ ഒരു ചെറിയ മിന്നി മറയുന്ന ഒരു വരയാണ് എന്ന് പറയുന്നത് കഴ്സർ എന്ന് പറയുന്നത്. എന്താണ് കഴ്സർ? A cursor is a small blinking line on the monitor that shows the position of the next letter or number to be entered. നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഒരു നെക്സ്റ്റ് ലെറ്ററിന്റെ അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്പറിന്റെ ഒരു സ്ഥാനം കാണിക്കുന്ന മോണിറ്ററിലെ മിന്നി മറയുന്ന ഒരു വരയാണ് എന്ന് പറയുന്നത് കഴ്സർ എന്ന് പറയുന്നത്. These keys are used to move the cursor in 4 directions on the monitor that include up, down, left and right. These are also called as the arrow keys. There are 4 arrow keys on the keyboard. എന്താണ്? A cursor is a small blinking line on the monitor that shows the position of the next letter or number to be entered. എന്താണ്? അടുത്ത ഒരു നമ്പർ അല്ലെങ്കിൽ ലെറ്റർ എൻ്റർ ചെയ്യുന്നതിന് കാണിക്കുന്ന മോണിറ്ററിൽ കാണിക്കുന്ന അടുത്ത നമ്പറിന്റെ അല്ലെങ്കിൽ ലെറ്ററിന്റെ സ്ഥാനം മോണിറ്ററിൽ കാണിക്കുന്ന ഒരു മിന്നി മറയുന്ന ഒരു വരയാണെന്ന് പറയുന്നത് കഴ്സർ എന്ന് പറയുന്നത്. These keys are used to move the cursor in 4 directions on the monitor that include up, down, left and right. മോണിറ്ററിൽ കാണുന്ന ഈ കഴ്സറിനെ 4 ദിശകളിൽ, അതായത് അപ്പ് മുകളിലോട്ടും, ഡൗൺ താഴോട്ടും, ലെഫ്റ്റ് ഇടത്തോട്ടും, റൈറ്റ് വലത്തോട്ടും 4 ദിശകളിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീയാണ് ഇത് കഴ്സർ കൺട്രോൾ കീ എന്ന് പറയുന്നത്. These keys are used to move the cursor in 4 directions on the monitor that include up, down, left and right. അതായത് മോണിറ്ററിൽ കാണുന്ന കഴ്സർ മുകളിലോട്ടും താഴോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കീയാണ് എന്ന് പറയുന്നത് കഴ്സർ കൺട്രോൾ കീ എന്ന് പറയുന്നത്. These are also called as the arrow keys. ഈ കീ എന്ന് പറയുന്ന കഴ്സർ കൺട്രോൾ കീയെ ആരോ കീ എന്ന് പറയുന്നു. കഴ്സർ കൺട്രോൾ കീ എന്ന് പറയുന്നു ആരോ കീ എന്ന് പറയുന്നു. കഴ്സർ കൺട്രോൾ കീയെ ആരോ കീ എന്ന് പറയുന്നു. There are 4 arrow keys on the keyboard. കീബോർഡിൽ 4 ആരോ കീ ആണുള്ളത്. അപ്പോൾ കഴ്സർ കൺട്രോൾ കീ എന്ന് പറയും, ആരോ കീ എന്ന് പറയുന്നു. കീബോർഡിൽ പ്രധാനമായിട്ട് 4 ആരോ കീ ആണ് ഉള്ളത്. കീബോർഡിൽ എത്ര ആരോ കീ ഉണ്ട്? 4 ആരോ കീ ആണ് ഉള്ളത്. Escape key. ഇനി നമുക്ക് escape key എന്താന്ന് നോക്കാം. The escape key is used to close a menu or dialog box. ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഒരു മെനു ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. എസ്കേപ്പ് കീ എന്താണ്? The escape key is used to close a menu or a dialog box. ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഒരു മെനു ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീയാണ് എന്തെന്ന് പറയുന്നത് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. It is presented on the upper left corner of the keyboard. It is present on the upper left corner of the keyboard. കീബോർഡിന്റെ ഏറ്റവും മുകളിലെ ലെഫ്റ്റ് സൈഡിലാണ് എന്നുള്ളത് എസ്കേപ്പ് കീ ഉള്ളത്. എസ്കേപ്പ് കീ എന്ന് വെച്ചാൽ എന്താ? The escape key is used to close a menu or a dialog box. It is present on the upper left corner of the keyboard. എസ്കേപ്പ് കീ എന്ന് വെച്ചാൽ എന്താ? ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഒരു മെനു ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ആണ് എന്ന് പറയുന്നത് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. എസ്കേപ്പ് കീ എന്നത് കീബോർഡിലെ ഏറ്റവും മുകൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എന്ത് കാണുന്നത്? എസ്കേപ്പ് കീ കാണുന്നത്. The escape key is used to close a menu or a dialog box. It is present on the upper left corner of the keyboard. എസ്കേപ്പ് കീ എന്ന് വെച്ചാൽ ഒരു മെനു അല്ലെങ്കിൽ ഒരു ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ആണ് ഇത് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. എസ്കേപ്പ് കീ എന്നത് കീബോർഡിൽ ഏറ്റവും മുകളിൽ ഭാഗത്ത് ടോപ്പില് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എസ്കേപ്പ് കീ. അടുത്തത് കൺട്രോൾ. The control key performs special function when pressed in conjunction with the other keys.
The control key performs special function when pressed in conjunction with the other keys. മറ്റ് കീകളുമായി ചേർന്ന് അമർത്തുമ്പോൾ കൺട്രോൾ കീ പ്രത്യേക പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നു. The control key performs special functions when pressed in conjunction with the other keys. മറ്റ് കീകളുമായി ചേർന്ന് അമർത്തുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഈ കൺട്രോൾ കീ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ ഒക്കെ നിർവഹിക്കുന്നു. Control key is used as a keyboard shortcut key. Control key is used as a keyboard shortcut key. Control key keyboard shortcut key ആയിട്ട് ഉപയോഗിക്കുന്നു. Control key keyboard shortcut key ആയിട്ട് ഉപയോഗിക്കുന്നു. There are two control keys on a keyboard. ഒരു കീബോർഡിൽ രണ്ട് കൺട്രോൾ കീസ് ആണ് ഉള്ളത്. ഒരു കീബോർഡിൽ രണ്ട് കൺട്രോൾ കീസ് ആണ് ഉള്ളത്. അപ്പൊ എന്താണ് കൺട്രോൾ കീ? The control key performs special function when pressed in conjunction with other keys. Control key is used as a keyboard shortcut key. There are two control keys on a keyboard. എന്താണ് കൺട്രോൾ കീ എന്ന് പറയുന്നത്? മറ്റു കീകളുമായി ചേർന്ന് പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ കീ സ്പെഷ്യൽ ഫംഗ്ഷൻ ഒക്കെ നിർവഹിക്കുന്നു. ഈ കൺട്രോൾ കീയെ കീബോർഡിലെ ഷോർട്ട് കട്ട് കീ ആയിട്ട് ഉപയോഗിക്കുന്നു. കൺട്രോൾ കീ ആണ് കീബോർഡിലെ ഷോർട്ട് കട്ട് കീ ആയിട്ട് ഉപയോഗിക്കുന്നത്. കീബോർഡിലെ പ്രധാനമായിട്ട് രണ്ട് കൺട്രോൾ കീ ആണ് ഉള്ളത്. ഷിഫ്റ്റ് കീ. ഇനി എന്താണ് ഷിഫ്റ്റ് കീ എന്ന് നോക്കാം. The shift key is used to type uppercase letters and special characters when pressed in conjunction with other keys. There are two shift keys on a keyboard that perform the same function. Shift key എന്താണ്? The shift key is used to type uppercase letters and special characters when pressed in conjunction with other keys. മറ്റ് കേസുമായി ചേർന്ന് അമർത്തുമ്പോൾ അപ്പർ കേസ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? The shift key is used to type uppercase letters and special characters when pressed in conjunction with other keys. അതായത് മറ്റ് കീകൾക്കൊപ്പം അമർത്തുമ്പോൾ അപ്പർ കേസ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഷിഫ്റ്റ് കീ. There are two shift keys on a keyboard that perform the same functions. ഒരു കീബോർഡിൽ രണ്ട് ഷിഫ്റ്റ് കീ ആണുള്ളത്. ഈ രണ്ട് ഷിഫ്റ്റ് കീയും ഒരേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഷിഫ്റ്റ് കീ എന്താണ്? The shift key is used to type uppercase letters and special characters when pressed in conjunction with other keys. മറ്റ് കീസുമായി ചേർന്ന് അമർത്തുമ്പോൾ അപ്പർ കേസ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത്. There are two shift key on a keyboard that perform the same function. ഒരു കീബോർഡില് രണ്ട് ഷിഫ്റ്റ് കീ ആണുള്ളത്. ആ രണ്ട് ഷിഫ്റ്റ് കീ എന്താ? ഒരേ ഫംഗ്ഷൻ തന്നെയാണ് നിർവഹിക്കുന്നത്, ഒരേ ധർമ്മം തന്നെയാണ് നിർവഹിക്കുന്നത്. നെക്സ്റ്റ് എന്റർ. എന്താണ് എന്റർ കീ? The enter key is used to move the cursor to the beginning of the next line. It is also instruct the computer to do a task. There are two enter keys on a keyboard. This is also known as the return key. Enter key. The enter key is used to move the cursor to the beginning of the next line. It is also instruct the computer to do a task. There are two enter keys on the keyboard. This key is also known as the return key. എന്താണ് enter key എന്ന് പറയുന്നത്? The enter key is used to move the cursor to the beginning of the next line. അടുത്ത ഒരു ലൈനിന്റെ അടുത്ത ഒരു വരിയുടെ തുടക്കത്തില് കഴ്സറിനെ മൂവ് ചെയ്യാൻ, അടുത്ത ഒരു വരി തുടങ്ങുന്നതിനായിട്ട് കഴ്സറിനെ മൂവ് ചെയ്യുന്നതാണ് എന്ത്? enter key എന്ന് പറയുന്നത്. അതായത് അടുത്ത പുതുതായിട്ട് ഒരു ലൈൻ തുടങ്ങണമെങ്കിൽ ആ കഴ്സർ എന്ത് വേണം? അടുത്ത ഒരു വരിയിലോട്ട് എത്തണം. അങ്ങനെ എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് എന്ത്? enter key എന്ന് പറയുന്നത്. The enter key is used to move the cursor to the beginning of the next line. നെക്സ്റ്റ് ലൈൻ അടുത്തൊരു വരി തുടങ്ങാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി എന്താ? കഴ്സറിനെ മൂവ് ചെയ്യണം, മാറ്റണം, അല്ലേ? അങ്ങോട്ട് മാറ്റണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് പറയുന്നത്? enter key എന്ന് പറയുന്നത്. To also instruct the computer to do a task.
there are two enter keys on the keyboard. എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ കമ്പ്യൂട്ടറിനെ അത് ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. കീബോർഡിൽ പ്രധാനമായിട്ടും രണ്ട് എന്റർ കീ ആണ് ഉള്ളത്. ദിസ് കീ ഈസ് ഓൾസോ നോൺ ആസ് ദി റിട്ടേൺ കീ. എന്റർ കീയെ റിട്ടേൺ കീ എന്നും അറിയപ്പെടുന്നു. എന്റർ കീ എന്താ? റിട്ടേൺ കീ എന്നും അറിയപ്പെടുന്നു. The enter key is used to move the cursor to the beginning of the next line. It also instructs the computer to do tasks. There are two enter keys on the keyboard. This key is also known as return key. Enter key എന്താണ്? നെക്സ്റ്റ് ഒരു ലൈൻ തുടങ്ങുന്നതിന് വേണ്ടി കഴ്സറിനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? എന്റർ കീ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ അത് ഇൻസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കീബോർഡിൽ പ്രധാനമായിട്ടും രണ്ട് എന്റർ കീ ആണ് ഉള്ളത്. ഈ എന്റർ കീയെ റിട്ടേൺ കീ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? സ്പെഷ്യൽ കീസിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? എന്താണ് സ്പെഷ്യൽ കീ എന്ന് പറയുന്നത്? അപ്പാർട്ട് ഫ്രം നമ്പർ ആൻഡ് ആൽഫബറ്റ് കീസ്, സം അതർ കീസ് ഓൺ ദ കീബോർഡ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. ദീസ് ആർ കാൾഡ് ആസ് സ്പെഷ്യൽ കീസ്. എന്താണ് സ്പെഷ്യൽ കീ എന്ന് പറയുന്നത്? കീബോർഡിൽ നമ്പർ കീയും അതുപോലെ ആൽഫബറ്റ് കീയും കൂടാതെ സ്പെഷ്യൽ പർപ്പസ് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് കീകളെ എന്ന് പറയുന്നത് സ്പെഷ്യൽ കീസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ സ്പെഷ്യൽ കീസിന്റെ ഫംഗ്ഷൻ പറഞ്ഞു? ഫസ്റ്റ് എന്താണ്? ഫംഗ്ഷൻ കീസ് എന്താന്ന് പറഞ്ഞില്ലേ? എന്താണ് ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്? ദീസ് ആർ കീസ് യൂസ്ഡ് ഫോർ സ്പെഷ്യൽ ഫംഗ്ഷൻസ്. എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷൻസ് നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്. They are marked from F1 to F12. F1 തൊട്ട് F12 വരെയാണ് എന്തെന്നുള്ളത് ഫംഗ്ഷൻ കീ കീബോർഡിൽ ഉള്ളത്. These are placed on the top of the keyboard. കീബോർഡിന്റെ ഏറ്റവും മുകളിലാണ് എന്ത്? ഫംഗ്ഷൻ കീ ഉള്ളത്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? കഴ്സർ കൺട്രോൾ കീ വന്നില്ലേ? എന്താണ് കഴ്സർ എന്ന് പറയുന്നത്? കഴ്സർ is a small blinking line on the monitor that shows the position of the next letter or number to be entered. അടുത്തൊരു ലെറ്റർ, അടുത്തൊരു അക്ഷരമോ അല്ലെങ്കിൽ ഒരു നമ്പറോ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ മോണിറ്ററിൽ കാണുന്ന ഒരു മിന്നി മറന്നു പോകുന്ന ഒരു വരയാണ് എന്തെന്ന് പറയുന്നത്? കഴ്സർ എന്ന് പറയുന്നത്. These keys are used to move the cursor in four directions on the monitor that include up, down, left and right. കഴ്സർ കൺട്രോൾ കീ എന്താ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിലെ മോണിറ്ററിൽ കാണുന്ന കഴ്സറിനെ 4 ദിശകളിലേക്ക് 4 ഡയറക്ഷൻ, അതായത് അപ്പ് മുകളിലോട്ടോ, ഡൗൺ താഴോട്ടോ, ലെഫ്റ്റ് ഇടത്തോട്ടോ, റൈറ്റ് വലത്തോട്ടോ മാറ്റുന്നത് കഴ്സറിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? കഴ്സർ കൺട്രോൾ കീ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എസ്കേപ്പ് കീ എന്താന്ന് പറഞ്ഞില്ലേ? എന്താണ് എസ്കേപ്പ് കീ? ദ എസ്കേപ്പ് കീ ഈസ് യൂസ്ഡ് ടു ക്ലോസ് എ മെനു ഓർ എ ഡയലോഗ് ബോക്സ്. ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഒരു മെനുവോ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദി അപ്പർ ലെഫ്റ്റ് കോർണർ ഓഫ് ദി കീബോർഡ്. ഒരു കീബോർഡിന്റെ ഏറ്റവും മുകളിലായിട്ട് അപ്പർ മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് എന്തുള്ളത്? എസ്കേപ്പ് കീ ഉള്ളത്. അടുത്ത എന്താണ്? കൺട്രോൾ കീ എന്താണെന്ന് പറഞ്ഞില്ലേ? എന്താണ് കൺട്രോൾ കീ? ദ കൺട്രോൾ കീ പെർഫോം സ്പെഷ്യൽ ഫംഗ്ഷൻ when pressed in conjunction with other keys. മറ്റ് കീകളുമായി ചേർന്ന് പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ കീ പ്രത്യേക ഫംഗ്ഷൻസ് ഒക്കെ നിർവഹിക്കുന്നുണ്ട്. കൺട്രോൾ കീ ഈസ് യൂസ്ഡ് ആസ് എ കീബോർഡ് ഷോർട്ട്കട്ട് കീ. കീബോർഡ് ഷോർട്ട്കട്ട് കീ ആയിട്ടാണ് കൺട്രോൾ കീയെ ഉപയോഗിക്കുന്നത്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഷിഫ്റ്റ് കീ എന്താണ് പറഞ്ഞില്ലേ? എന്താണ് ഷിഫ്റ്റ് കീ? The shift key is used to type uppercase letters and special characters when pressed in conjunction with other keys. മറ്റ് കീകളുമായി ചേർന്ന് അമർത്തുമ്പോൾ അപ്പർ കേസ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എന്റർ കീ. എന്റർ കീ എന്താണ്? The enter key is used to move the cursor to the beginning of the next line. അടുത്തൊരു ലൈൻ, അടുത്തൊരു വരി തുടങ്ങാൻ വേണ്ടി കഴ്സറിനെ മൂവ് ചെയ്യുന്നതാണ് എന്ത്? എന്റർ കീ എന്ന് പറയുന്നത്. ഇന്ന് പഠിപ്പിച്ച സ്പെഷ്യൽ കീസ് എല്ലാവർക്കും മനസ്സിലായോ? അതെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.